പക്കാ മരണത്തരം. അഡ്രസ് ഒക്കെ എഴുതി വെച്ചില്ലേ? ഒരു ഹോട്ടലിൽ വെച്ചില്ലേ പരിചയപ്പെട്ടത്? ഹോട്ടലിൽ താമസിക്കല്ലേ ഹീറോയിൻ? റിസപ്ഷനിൽ ചെന്ന് ചോദിച്ചാ പോരെ ഇവിടെ താമസിച്ച ആ കുട്ടിയുടെ അഡ്രസ് എവിടെ? അത് വേറൊരാളുടെ പ്രൊഡക്ഷൻ കൺട്രോളർ എടുത്തു കൊടുത്ത റൂമാണെങ്കിലും ആരാണെങ്കിലും ആ പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിച്ചു ചോദിച്ചാൽ പോരെ ഇവിടെ താമസിക്കുന്ന കുട്ടിയുടെ പേരെന്ത്? കള്ള അഡ്രസ് ആണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ ഐഡന്റിറ്റി കാർഡില്ല റൂം കിട്ടില്ല. ഐഡന്റിറ്റി കാർഡില്ല റൂം കിട്ടുമോ? അതില്ല. പക്ഷെ ഇത് കുറച്ച് പഴയ കാലഘട്ടമല്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ന് നടക്കുന്ന സംഭവം അല്ല എങ്കിലും ഞാൻ നോക്കിയിട്ട് വളരെ ടച്ചിങ്. സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ആവുമല്ലോ. ആ കാലം പോയി. ഇപ്പൊ അങ്ങനെയൊക്കെ അറിഞ്ഞുണ്ടല്ലോ നമ്മളെ. ഞാൻ ആദ്യം നോക്കുന്ന സിനിമയുടെ എന്ന് വെച്ചാൽ ഞാൻ നെറ്റിൽ നോക്കും, ഒപ്പീനിയൻ നോക്കും. ഒപ്പീനിയൻ എത്ര 4 stars out of 5 എന്ന് പറഞ്ഞാൽ ഞാൻ കാണും. 3.5 എന്ന് പറഞ്ഞാൽ ഞാൻ കാണും. 2 എന്ന് പറഞ്ഞാൽ ഞാൻ കാണും. ഇതൊക്കെ എന്താ ഈ പറഞ്ഞ സാധനം? മാങ്ങാത്തൊലി അറിയില്ല. ഉണ്ടം വഴി വാങ്ങിച്ചു തരാം കേട്ടാ. ഇതില് 2.5 എന്നൊക്കെ ഇങ്ങനെ കണ്ട 2ന്റെ താഴെയാണ് ഞാൻ പോയില്ല. റേറ്റിംഗ് അപ്പൊ ആൾക്കാർ ഇപ്പൊ എല്ലാം എഴുതും. ആൾക്കാരെല്ലാം ഈ നെറ്റിലില്ലേ അവരിങ്ങനെ പടം കണ്ടിട്ട് നൂൺ ഷോ കഴിയുന്നതിന് മുമ്പ് 10-11 മണിക്ക് നൂൺ ഷോ 2 മണി ആവുന്നതിന് മുമ്പ് ആൾക്കാരെല്ലാം ഇതില് കമന്റ്സ് വരും. ചിലരൊക്കെ എഴുതാണ് ഈ പടം എടുത്തവനെ തൂക്കിക്കൊല്ലണം. ഇങ്ങനെ പോയാൽ അങ്ങനെ ആവും. അല്ല എനിക്ക് പേടിയതല്ല, ഈ പടം പ്രൊഡ്യൂസ് ചെയ്ത തല്ലിപ്പൊളിയെ തൂക്കിക്കൊല്ലണം എന്നല്ലേ എന്റെ അളിയന്റെ കാര്യം. അങ്ങനൊന്നും ഉണ്ടാവില്ല. അളിയന്റെ കാറ്റ് പോയെന്നാണ് തോന്നുന്നത്. അല്ല ഈ ക്ലൈമാക്സിന്റെ പ്രത്യേകതയുണ്ട്. ഇത് എഴുതിയപ്പോഴും ഞാൻ കരഞ്ഞു, എന്നിട്ട് വായിച്ചു നോക്കിയപ്പോഴും ഞാൻ കരഞ്ഞു. ഇത് തിയേറ്ററിൽ കാണുമ്പോ ഞാൻ കരയും, പൈസ പോയതോർത്ത് അളിയനും കരയും. എനിക്ക് ഒരുപാട് എടുത്താ പ്രേമി ഇല്ലല്ലോ, കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. പടം നിർത്തിയേക്കുന്നതാണ് നല്ലത്. അയ്യോ അത് അങ്ങനെ പറയരുത്, ഞങ്ങളെയൊക്കെ അരിമാർഗമാണ്. ഇത് 8 നിലയിൽ പൊട്ടും കേട്ടാ. പാലില്ലേ? അതല്ല ഈ കട്ടൻ ചായന്റെ സമയമാണല്ലോ ഇപ്പൊ, അതുകൊണ്ടാണ് ലൊക്കേഷനിൽ ഇങ്ങനെ പ്രൊഡ്യൂസറിന്റെ അളിയന് കട്ടൻ ചായക്ക് ബാക്കിയുള്ളവർക്ക് എന്തായിരിക്കും? പിന്നീട് ഇപ്പൊ സാധാരണ എല്ലാവരും വരുമ്പോ കട്ടൻ ചെയ്യാൻ അതും കുപ്പി ഗ്ലാസ്സിലാണ് തന്നുവരുന്നത്. സീൻ കാണാം. എവിടെയാണ് സീൻ? അവിടെ സാറേ പാൽ ചായ ചോദിച്ചപ്പോ കട്ടൻ ചായ കിട്ടിയെന്ന് പറഞ്ഞ പോലെ പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷിച്ച് നിങ്ങളുടെ പടം കാണാൻ വരുമ്പോ ഇതേ അവസ്ഥയായി പോവോ? അയ്യോ ഇല്ല കുഞ്ഞു സാറ് അങ്ങനൊന്നുമില്ല. അതെ ഈ സ്ക്രിപ്റ്റ് അത്ര ശരിയായിട്ടും സീൻ ഉണ്ടല്ലോ ഡയറക്റ്റ് ചെയ്ത് ഞാൻ കൊഴിപ്പിക്കുക. അത് ഡയറക്ടറിന്റെ ബുദ്ധിയാണ്. തിയേറ്റർ കണ്ടൊക്കെ പടം കിടലുമായിരിക്കും. എന്നാലും ഉള്ള സാധനമല്ലേ കൊഴിപ്പിക്കാൻ പറ്റൂ. ഈ സാധനം ഇതാണെങ്കിൽ പിന്നെ എങ്ങനെ കൊഴിപ്പിക്കുന്നതാണ്? ലോജിക്ക് ഒന്നും നോക്കണ്ട. അത് എഡിറ്റിങ്ങിലും കട്ടിങ്ങിലും ഒക്കെ നമുക്ക് അടിച്ചിട്ടെങ്കിൽ ചെയ്യും. പടം സൂപ്പർ ആയിരിക്കും, എനിക്ക് വിശ്വാസമുണ്ട്. കഥയല്ലല്ലോ ഇപ്പൊ ഈച്ച വെച്ച് തന്നെ സിനിമ ഇറങ്ങി ഹിറ്റ് ആയില്ലേ? ട്രീറ്റ്മെന്റ് ആണ് അല്ലേ? ഞാൻ 3 തവണ ഉണ്ട്. എത്ര തവണ ഉണ്ട്? ഞാൻ 2 തവണ ഉണ്ട്. ഞാൻ 3 തവണ ഉണ്ട്. ഇഷ്ടപ്പെട്ടാ? ഈച്ച എനിക്ക് ഇഷ്ടമാണ്. അയ്യോ ആ ഈച്ചയുടെ ഗ്രാഫിക്സ് ഇല്ലേ ഗംഭീര. ഈച്ച പ്രതികാരം ചെയ്യണ സംഭവല്ലേ ഇത്. ഞാൻ കൈയടിച്ചു ചേട്ടാ. ഇത് നമുക്ക് ഗ്രാഫിക്സ് ഉണ്ട്. വേണ്ട എനിക്ക്, നീ പിടിച്ചോ. സാറേ ഈ പടത്തിൽ നമുക്ക് ഒരുപാട് ഗ്രാഫിക്സ് ഉണ്ട്. 2 കുരുവികൾ തമ്മിലുള്ള ഗ്രാഫിക്സ് ഭയങ്കരം. അത് കുരുവിയൊക്കെ പഴഞ്ചല്ലേ? കുരുവി ഭയങ്കരമാണ്. കുരുവിയുടെ ക്യാമറ സൂപ്പർ ആയിരിക്കും. ക്യാമറ സൂപ്പറാണ് കേട്ടോ. ചെയ്യുന്നവൻ കൊള്ളില്ലെന്നേ ഉള്ളൂ. അല്ല കൊള്ളാം, 2 കിടിലുമാണ്. സീൻ കാണാം. ചെയ്ത് നോക്കല്ലേ? വിളിക്കും. കുഞ്ഞോൺ സാർ കസറായിട്ട് ഇവിടെ ഇരിക്കണോ അതോ? ഞാൻ നിന്നോളാം. ഹീറോയുടെ കമോൺ, ഇതിവിടെ ഹീറോയാണ് കേട്ടോ. ബോളിവുഡിൽ നിന്ന് വന്നേ. കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ജിമ്മാണ് കേട്ടോ, ജിമ്മാണ്. സൽമാൻ ഖാനെ പോലെ ഉണ്ട്. ഞങ്ങൾ പറഞ്ഞ് ശരീരത്തൊന്നും ഇത്രയൊക്കെ വന്നാ പോരാ, മുഖത്തെന്തെങ്കിലും ഒക്കെ വരണോ? അതൊക്കെ വരും. തുടക്കത്തിൽ എല്ലാരും ഇങ്ങനെ തന്നെയല്ലേ? നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ ക്ലാപ്പ് ചെയ്യാൻ കേട്ടാ. സീൻ എടുക്കും. നിങ്ങളെ വാചകം തന്നെ ഒന്നുമില്ലേ? ഷൂട്ടിംഗ് ഒന്നും ഇല്ല. വന്നിട്ട് ഇപ്പൊ എത്ര നേരമായി ഇതുവരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നും നടക്കണില്ല. സെപ്റ്റംബർ 1-ാം തീയതിയാണ് ഈ ദാരുണ സംഭവം നടന്നത്. വാച്ചറുടെ മൊഴി അനുസരിച്ച് ബീവറേജ് 9 മണിക്ക് പൂട്ടും എന്നതുകൊണ്ട് 8 മണിക്ക് തന്നെ അയാൾ വീട്ടിൽ നിന്നും പുറപ്പെട്ട് കുപ്പിയും വാങ്ങി തിരികെ വന്നപ്പോൾ പ്രതി ഗോവിന്ദൻ മാലിനിയെ കുത്തിക്കൊല്ലുന്നത് കണ്ടു. കുത്തിക്കൊല്ലുന്ന ഫീല് വരണം.
ഡയലോഗ് കൊള്ളാം കേട്ടോ. നല്ല ഡയലോഗ്. താങ്ക് യു. അപ്പൊ ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഇതാണ് main ആയിട്ട്. കൊലപാതകം ആര് ചെയ്തു എന്ന് കണ്ടുപിടിക്കണല്ലോ. ചുരുളഴിയണം. മാലിന്യയുടെ മാലിന്യയുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡയലോഗ്. വൈദ്യനാ കൊള്ളാ, ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ ഇത് ബെവറേജസ് കുപ്പി വാങ്ങിച്ചോണ്ട് വരുന്നില്ലേ? അതെ അതെ 8 മണിക്ക് ഇയാൾ പോയി കുപ്പി വാങ്ങിച്ചോണ്ട് വരും. അതെ. കുപ്പി വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഇവിടെ ഈ മാലിന്യ കൊല്ലുന്ന കാണും അതെ. ഇല്ലേ? അതെ. സെപ്റ്റംബർ 1-ാം തീയതി ബെവറേജസ് അവധിയല്ലേ? മണ്ടത്തല്ലേ ഇത്? അവധിയല്ലേ? അതെന്തിന്റെ അവധി? സെപ്റ്റംബർ 1 ബെവറേജസ് അവധിയല്ലേ? എല്ലാ മാസവും 1-ാം തീയതി ബെവറേജസ് അവധിയല്ലേ? ഓ, അത് ശരിയാണല്ലോ. ബ്ലാക്കിന് എടുത്താലോ? ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് ബിവറേജസിന്റെ സംഭവമാണ്. ഇയാൾ കുപ്പി വാങ്ങിച്ചോണ്ട് വന്നു. 1-ാം തീയതി ബിവറേജ് അവധിയല്ലേ? കുഞ്ഞിന് വേറെ സംഭവം ചെയ്താലോ? നമ്മള് പട്ടാളക്കാരന്റെ വീട്ടിൽ നിന്ന് ഒന്നാം തീയതി കുപ്പി വെച്ചിട്ടോന്നൊക്കെ പ്രശ്നം ആ, അതെ. നമുക്ക് ഡബ് ചെയ്യുമ്പോ 11-ാം തീയതി ആക്കിയാ പോരെ? അങ്ങനെ വേണമെങ്കിലും ആക്കാം. ഡബ് ചെയ്യുമ്പോഴാ എല്ലാ ഡബിങ്ങിലും മാറ്റി 11 സെപ്റ്റംബർ 11. മാറ്റി 11 ആക്കാം. നമ്മളിപ്പോ ലിപ്പോ ഇവര് ഷൂട്ട് ചെയ്യുമ്പോ എനിക്കറിയാം. അപ്പൊ പറഞ്ഞിരിക്കുന്ന സെപ്റ്റംബർ 1-ാം തീയതി. അതിന് പകരം 11 അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനെ പറയാം. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ പ്രൊഡ്യൂസറെ വിളിക്കല്ലേ? ഞാൻ ഇപ്പൊ അതിന്റെ അടുത്ത് പറയട്ടെ. അല്ല, ഇല്ലെങ്കിൽ പിന്നെ സീനൊക്കെ മാറ്റിയെടുക്കേണ്ടി വരും. അത് ബുദ്ധിമുട്ടാവില്ല. എന്തുവാ ഹലോ, ഇത്ര നേരം കുടിക്കുന്നതായിരുന്നല്ലോ. ഹലോ. ഒന്ന് പറഞ്ഞുകൂടായിരുന്നു? ഒരു സെക്കൻഡ്. നിങ്ങൾ കുറച്ചുകൂടെ ഉത്തരവാദിത്വത്തോടെ ഈ സ്ക്രിപ്റ്റ് എഴുതണം, ഡയറക്റ്റ് ചെയ്യണം കേട്ടോ. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ മണ്ടനൊന്നുമല്ല, എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നോക്കിക്കോ കുഞ്ഞുണ്ണി നിങ്ങളൊന്ന് സുബൂറാക്കിയത്. അളിയാ, കുഞ്ഞുണ്ണിയാണ്. ആ, ഇവിടെ ഒന്നെല്ലാം കണ്ടു. നന്നായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. ആ, എല്ലാവരും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. കഥയൊക്കെ കേട്ടു, നല്ല കഥ. ഞാൻ ഉടൻ തന്നെ അങ്ങോട്ട് വരാം. ഞാൻ ദ്രോഹമൊന്നും ചെയ്യില്ല. എന്തെന്നറിയോ? അളിയൻ്റെ പൂത്ത കാശുണ്ട്. അളിയെ ഏതായാലും പാവപ്പെട്ടവരെ പറ്റിച്ചുണ്ടാക്കിയ കാശാ. അത് കുറച്ചൊക്കെ ഇങ്ങനെ പോണം. പിന്നെ കാണാം കേട്ടോ. ഇനി വരാം. എന്തൊരു അഭിനയോടെ കുഞ്ഞുണ്ണി കാഴ്ച വെച്ച്. സത്യം പറയണല്ലോ, ഈ കുഞ്ഞുണ്ണിയെ വിളിച്ചാണ് നമ്മൾ ഈ സിനിമയിൽ നായകനായിട്ട് അഭിനയിപ്പിക്കാനായിട്ട്. കിട്ടില്ല അഭിനയം. പക്ഷേ ഡയറക്ഷൻ വേറെ ആരെക്കൊണ്ടും ജയിക്കണം. അതല്ലേ എന്നും മദ്യപിക്കുന്നവനാണ്. 1-ാം തീയതി അവധി എന്ന് നിനക്ക് എവിടെ നാലിക്ക് 40 പ്രാവശ്യം ഞാൻ ഈ സ്ക്രിപ്റ്റ് വായിച്ച്. അപ്പൊ ഇത്രയും കുടിക്കുന്ന നിനക്കൊക്കെ ആർക്കെങ്കിലും ഒരാൾക്ക് പറഞ്ഞുകൂടായിരുന്നോടാ സെപ്റ്റംബർ 1-ാം തീയതി ബാർ അവധി അല്ലെങ്കിൽ ബിവറേജ് അവധിയാണോ? സെപ്റ്റംബർ 1-ാം തീയതി അല്ല, എല്ലാ 1-ാം തീയതി ബീവറേജ് അവധിയാണോ?